ഫെബ്രുവരി 4 ചൊവ്വാഴ്ച. മാർക്കോസ് 5:21 മുതൽ 43 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. പോർച്ചുഗലിൽ ജനിച്ചെങ്കിലും ഇന്ത്യയിൽ ഒരു മിഷണറിയായി അദ്ദേഹം മരിച്ചു. തൻ്റെ പൗരോഹിത്യത്തെ തുടർന്ന് കുടുംബത്തിൻ്റെ കടുത്ത എതിർപ്പുകൾക്കിടയിലും 1673 അദ്ദേഹം ഇന്ത്യയിലെ ജസ്വീറ്റ് മിഷനു വേണ്ടി സന്നദ്ധനായി. മധുരയിൽ എത്തിയ ശേഷം സങ്കീർണമായ ജാതി വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. മതം മാറിയവരിൽ ഭൂരിഭാഗവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെന്ന് കണ്ടെത്തി. ഇന്ത്യയിൽ ക്രിസ്തുമതത്തിന് ശാശ്വതമായ സ്വാധീനം ചെലുത്തണമെങ്കിൽ ഉയർന്ന ജാതിയിലുള്ളവരും മതം മാറണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ജോൺ ഡി ബ്രിട്ടോ നിരവധി നഗരങ്ങളിൽ മിഷൻ ജോലി ചെയ്തു. ഒരു സന്യാസ ഗുരുവായി സ്വയം പ്രഖ്യാപിച്ചു. അതുപോലെ ജീവിച്ചു. കാവ്യവസ്ത്രവും തലപ്പാവും ധരിച്ചു. ഭാവിയിൽ മതം മാറിയവർക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ കഴിയുന്ന മരുഭൂമിയിൽ ധ്യാനങ്ങൾ നടത്തി. കാലക്രമേണ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസക്തി വളർന്നുകൊണ്ടും ഇരുന്നു. ഏതാണ്ട് 10,000 ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് അദ്ദേഹം പരിവർത്തനം ചെയ്തതായി കരുതപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം നേടിയ വിജയം ഉന്നത ജാതിക്കാരായ ഭരണകക്ഷിയായ ബ്രാഹ്മണരെ സംഘർഷത്തിലേക്ക് നയിച്ചു. അവർ ജോണിനെയും അദ്ദേഹത്തിൻ്റെ മതബോധന പണ്ഡിതരെയും ജയിലിലടയ്ക്കാനും പീഡിപ്പിക്കാനും രാജ്യത്ത് നിന്ന് പുറത്താക്കാനും ഉത്തരവിട്ടു. രാജ്യം വിടാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 1693 ഫെബ്രുവരി 4 ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ വെച്ച് അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്തു. 1947 ജോൺ ഡി ബ്രിട്ടോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ശിവഗംഗ രൂപതയുടെ രക്ഷാധികാരിയായും പോർച്ചുഗലിൻ്റെ രക്ഷാധികാരികളിൽ ഒരാളായും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ചെയ്ത 2 അത്ഭുതങ്ങൾ നമുക്ക് കാണാം. രോഗിയായ ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുകയും മരിച്ച ഒരു പെൺകുട്ടിയെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ രോഗശാന്തി ശക്തിയിലുള്ള ആത്മവിശ്വാസം ജൈറസിൻ്റെ പ്രവൃത്തിയിൽ നാം ശ്രദ്ധിക്കുന്നു. തൻ്റെ മകൾക്ക് വേണ്ടി യാചിക്കുവാൻ അദ്ദേഹം താഴ്മയോടെ മുന്നോട്ട് വരുന്നു. അതേസമയം 12 വർഷമായി രക്തസ്രാവം അനുഭവിച്ച ഒരു സ്ത്രീയുടെ ക്ഷമയും വിശ്വാസവും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ജൈറസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ തനിക്ക് സുഖം ലഭിക്കുമെന്ന് വിശ്വസിച്ച ഒരു സ്ത്രീ സുഖപ്പെട്ടു. 12 വർഷത്തോളം അനുഭവിച്ച രക്തസ്രാവം പെട്ടെന്ന് നിന്നു. അവളുടെ അശുദ്ധി കാരണം അവളുടെ ആത്മാഭിമാനം എത്ര താഴ്ന്നതായിരുന്നെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. പക്ഷേ യേശുവിൻ്റെ നാമം അവൾക്ക് പ്രത്യാശയും സ്വാതന്ത്ര്യവും നൽകി. ഒടുവിൽ യേശു ജൈറസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ തൻ്റെ ഏക മകളുടെ കുട്ടിയുടെ മരണവാർത്ത അറിയുന്നു. കർത്താവ് ഇനി വന്നിട്ട് കാര്യമില്ല. എന്നാൽ വിശ്വാസം നിലനിർത്താൻ യേശു ജൈറോസിനെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ അവൻ്റെ പ്രിയപ്പെട്ട മകളെ യേശു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ കാലമായി രോഗത്താലോ മറ്റേതെങ്കിലും പ്രശ്നത്താലോ കഷ്ടപ്പെടുന്നുണ്ടാകാം. നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ യേശു പറയുന്നത് ശ്രദ്ധിക്കാം. ഭയപ്പെടേണ്ട, വിശ്വാസം മാത്രം പുലർത്തുക. വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ജയിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രോം
കേരള.